സ്പേസ് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കത്തില്ല എന്നുള്ള തീർച്ചയുള്ള കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് എല്ലാവരോടും. ഈവൻ മുഖ്യമന്ത്രിയോട് വരെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ വേണ്ടിയില്ല, എനിക്ക് മനസ്സിലായി, നൈസായിട്ട് എന്നെ സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണെന്നുള്ള സത്യം അതാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ സത്യം പറയും. ഞാൻ പാർട്ടി വർക്കിനെല്ലാം ചെല്ലണം, സംഘടനാ പ്രവർത്തനം. പക്ഷേ MLA ആയിരുന്ന പൊതുമണ്ഡലത്തിലേക്ക് ഞാൻ ചെല്ലണ്ട. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി കമ്മ്യൂണിസ്റ്റ് മത്സരിക്കുകയാണെങ്കിൽ KN ബാലഗോപാലിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും സ്ത്രീകൾ പവർഫുൾ ആവണമെന്നേ ഞാൻ പറയുള്ളൂ. തൻ്റെ ഇടത്തോടെ ഇരിക്കണം. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം. ഈ ബാലഗോപാൽ സാഹു ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു. ഞാൻ ഈ കോൺഗ്രസിലേക്ക് ചേരുന്നതിൻ്റെ തലേന്നിൻ്റെ തലേന്ന് ഇവിടെ വന്നു. കാരണം നമ്മളെ അങ്ങനെ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ടൊരു പോകരുതെന്ന് പറയേണ്ട ഒരു മോശത്തരം എനിക്കത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അഫക്റ്റ് ചെയ്തു. രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെ പിന്നിലെ കഥ പറഞ്ഞ ഐഷ പോറ്റി ex-MLA. ഈ പറഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2 പിണറായി സർക്കാരുകൾ ഭരിച്ച കേരളത്തിൽ അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലേ? പണിഞ്ഞുകൊണ്ടിരുന്നത് ഉദ്ഘാടനം ചെയ്ത് അതെല്ലാം റീലുകളാക്കി കുറേ ആൾക്കാരെ നിർത്തിയിട്ട് വിശ്വസിക്കാവുന്ന ഒരു ഫോട്ടോയും വയ്ക്കുക. ഇത് മനുഷ്യർ കാണും, ദൈവം കാണും. അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ഇവിടെ പഞ്ചായത്തുകൾ പോലും ഇല്ല, എല്ലാം UDF ആണ്. UDFന്റെ കോട്ടയായിരുന്നു ഇത്. അതിപ്പോൾ മാറി LDFന്റെ കോട്ടയായി മാറിയതിനകത്ത് സമ്മതിച്ചാലും ഇല്ലേലും ജനങ്ങൾക്കറിയാൻ നല്ലൊരു പങ്കുണ്ടെന്ന്. കൊട്ടാരക്കരയിൽ ഇനി തീ പാറും. ഐഷ പോറ്റി ex-MLAയുമായി എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. പഴയ മാടം വിത്തരം പാടില്ല എന്നാണ് പഴയ പാർട്ടി എപ്പോഴും പറയുന്നത്. അടിമത്തം പാടില്ലെന്ന്. ആക്ച്വലി അവിടെയാണ് അടിമത്വവും, അവിടെയാണ് മാടം വിത്തരവും. വനിതാ ദിനത്തിൽ രാവിലെ 9 മണിക്ക് നേഷൻ ഫസ്റ്റിൽ.